പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണ് ഞങ്ങൾക്ക് ഇന്നലെ അമ്മേ. ഞങ്ങളിപ്പോൾ റെഡി ആയിട്ട് ഒരു സ്ഥലം വരെ പോവാണ്. തമിഴ്നാട്ടിൽ നിങ്ങൾ കണ്ടതുപോലെ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു വണ്ടി എടുക്കുക എന്നുള്ളത്. ഒരുപാട് കാലത്തെ ആഗ്രഹമാണ്. അപ്പം ഞാൻ വണ്ടി എടുക്കാൻ പോവുകയാണ് ഗൈസ്. ഞങ്ങൾക്ക് പുതിയൊരു അതിഥി കൂടി വീട്ടിലേക്ക് വരാൻ പോവുകയാണ്. ഒരു കാറ് സ്വന്തമായിട്ട് വാങ്ങിക്കാൻ പോവുകയാണ്. ഒത്തിരി കാലത്തെ ആഗ്രഹത്തിന് ശേഷമാണ്. അപ്പം സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് ഞാൻ കൂടുതലായിട്ട് കാണിച്ചു തരാം. ആൻഡ് ഇത് ജൂൺ മാസമാണ്. ജൂൺ 3-ാം തീയതിയാണ് ഞാൻ പിന്നെ വണ്ടി എടുക്കുന്നത്. ജൂൺ 2-ാം തീയതി അഡ്വാൻസ് കൊടുത്തു. ആക്ച്വലി ഈ മാസത്തിനൊരു പ്രത്യേകത കൂടി ഉണ്ട്. മമ്മിയുടെ ബർത്ത്ഡേ ആണ് ജൂൺ 30-ാം തീയതി. അപ്പം അത് പ്രമാണിച്ച് മമ്മിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ്, സർപ്രൈസ് ഒന്നുമല്ല, പുള്ളിക്കാരത്തിക്ക് അറിയാം, ഒരു ഗിഫ്റ്റ് എന്നുള്ളത് പോലെയാണ് ഈ വണ്ടി ഞാൻ എടുക്കാൻ പോണത്. സോ ഒത്തിരി നാളത്തെ അല്ലേ, നമുക്ക് ഞാൻ ജനിച്ചപ്പോഴൊക്കെ ഇങ്ങനെ വണ്ടിയൊന്നും ഇല്ലായിരുന്നു. ഒത്തിരി കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്തു, ഒരു സ്കൂട്ടർ വാങ്ങിച്ചു. സ്കൂട്ടറൊക്കെ വാങ്ങിച്ചതിന് ശേഷം എല്ലാവരും ഫ്രണ്ട്സിനും ഫാമിലിയിലും എല്ലാവർക്കും വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു വണ്ടി എടുക്കണം എന്നുള്ളത്. അങ്ങനെ ആ ആഗ്രഹം, ഒത്തിരി ആഗ്രഹങ്ങളുണ്ടായിരുന്നു, അതെല്ലാം പതുക്കെ സാധിച്ചു. ഇനിയിപ്പോ ലാസ്റ്റത്തെ ആഗ്രഹമാണിത്. ലാസ്റ്റത്തെ ആണോ? വീട് സ്വന്തമായിട്ട് ഇനി ഒരു വീടും കിടക്കും. ഇപ്പൊ ഞങ്ങള് പുതിയ വീട് ലീസിനാണ്. പുതിയ വീട്ടിലേക്ക് കയറി 15-ാം തീയതി മെയ് 15-ന്. അപ്പൊ ഈ പുതിയ വീട്ടിലെ ആദ്യത്തെ പുതിയ സമ്മാനമാണിത്. ഓക്കെ, അപ്പം ഞങ്ങൾ ഇനി പോവാൻ പോവാണ്. ഒരു ഫ്രണ്ടും കൂടെ വരാനുണ്ട്. അപ്പോൾ ആളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട്. അപ്പം ഞാൻ വൈകുന്നേരമാണ് ഞാൻ വണ്ടി എടുക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ പറയാം കുറച്ച് കാര്യങ്ങൾ. എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല, ലൈസൻസ് ഉണ്ട്, പക്ഷെ എനിക്ക് പേടിയാണ് റോട്ടിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. വണ്ടി വീട്ടിൽ വാങ്ങിച്ചിട്ട് അത് ഞാൻ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. സോ ഇപ്പോൾ നമുക്ക് പോവാം അല്ലേ, കാണാം, അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. ഞങ്ങളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു യൂബർ ബുക്ക് ചെയ്തു. യൂബറിന് കയറിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. ആക്ച്വലി കുണ്ടന്നൂരെന്നായിരുന്നു നമുക്ക് ഡെലിവറി ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പം ഒന്ന് സർവീസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ VTJ മോട്ടോഴ്സിൻ്റെ നമ്മുടെ ഇവിടെ കാക്കനാടുള്ള ഷോറൂമിലേക്ക് വണ്ടി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻഫോ പാർക്കിൻ്റെ ഓപ്പോസിറ്റുള്ള VTJ മോട്ടോഴ്സിൽ ആ ചേട്ടൻ അങ്ങോട്ടും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ശശി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചേട്ടനാണ് നമുക്ക് ഇത് സെയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ചേട്ടൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ യൂബർ അവിടെ എത്തി. സോ ആ ചേട്ടൻ അവിടെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അപ്പം ചേട്ടനെ കണ്ടിട്ടത് VTJ മോട്ടോഴ്സ്. അപ്പം ആ ചേട്ടൻ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. ഞങ്ങള് പിന്നെ യൂബറിൽ കയറി ഹ്യുണ്ടായിയുടെ ഷോറൂമിൽ വന്നിരിക്കുക. കുറച്ച് വെയിറ്റിംഗ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഈ ലോഞ്ചിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരുത്തൻ അവിടെ വീഡിയോ എടുക്കുന്നത് ഞാൻ യൂട്യൂബിൽ ഇടുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി ഒരുത്തൻ അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ നേരത്തെ ഇൻട്രോ എടുത്തതിൽ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഏത് വണ്ടി എടുക്കണേന്നുള്ളത്. ഞാൻ നിസാന്റെ മൈക്രയാണ് ഇപ്പം സെക്കൻഡ് നോക്കി വെച്ചേക്കുന്നത്. അപ്പം വണ്ടി കൊണ്ടുവരുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അവർ കുറച്ച് സമയം കൂടെ വെയിറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ഇരിക്കുക. ഞാൻ ഇവിടെ യൂട്യൂബ് ചെയ്യുമ്പോൾ അവിടെ എന്റെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ കുറച്ച് കഴിയട്ടെ, അപ്പൊ അടുത്ത വീഡിയോയിൽ പറയാം. ഇനിയിപ്പം ബാക്കിയുള്ള പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ സൈൻ ചെയ്യണം, പേപ്പേഴ്സ് ഹാൻഡ് ഓവർ ചെയ്യണം, പിന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞു തരണം കുറച്ച് ഡീറ്റെയിൽസ്. ഞങ്ങൾ മുന്നേ പോയി വണ്ടി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരാനൊക്കെ ആയിട്ട് പോവുക. അപ്പം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴത്തേക്കും കുറച്ച് സമയമുണ്ടല്ലോ. ആ സമയത്തിനുള്ളിൽ ഇവർ രണ്ടുപേരും കൂടി കുറച്ച് കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വണ്ടിയെ പരിജ്ഞാനമുള്ളത് എന്ത് ചെയ്യാനൊക്കെ. മമ്മി ഓരോന്ന് പറയാം, കാറ് മേടിച്ച് വീട്ടിൽ വെറുതെ കൊണ്ടിടാം, എന്നിട്ട് പൂച്ച എന്താന്ന് നോക്കുക, തുടയ്ക്കാം, വൃത്തിയാക്കാൻ വെക്കാം, പെട്രോൾ അടിക്കണ്ടല്ലോ, വെറുതെ ഇട്ടേക്കാം. ഓരോരോ കോമഡികൾ പറയുന്നു. പറച്ചിരു പറ കേക്കട്ടെ. അങ്ങനെ എൻ്റെ സ്വപ്നം അങ്ങനെ പൂവണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ഞാൻ എഗ്രിമെൻ്റ് സൈൻ ചെയ്തു, വണ്ടി എൻ്റെ പേരിലേക്ക് മാറ്റി. ഇനിയിപ്പോൾ അത് പ്രോസസ്സൊക്കെ കഴിഞ്ഞ് ബുക്കും പേപ്പറൊക്കെ കിട്ടാൻ കുറച്ച് സമയം എടുക്കും. എങ്കിലും ഇത് എൻ്റെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് ആ ചേട്ടൻ കേട്ടോ, ഞാൻ പറഞ്ഞ ശശി ചേട്ടൻ ഇതാണ്. ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ പൈസയൊക്കെ കൊടുത്തു, ഇനി കീ ഹാൻഡ് ഓവർ ചെയ്യാണ്. മമ്മിയാണ് കീ വാങ്ങിച്ചത്. ഓക്കെ, താങ്ക് യു. എനിക്കത് എൻ്റെ ഏറ്റവും ഹാപ്പി മൊമെൻ്റാണ്, അങ്ങനെ എനിക്ക് കീ തന്നു. മമ്മി വെറുതെ വണ്ടിയൊക്കെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മമ്മിക്ക് ഈ കളർ വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ, പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കോമൺ കളർ, അത്ര വലിയ കോമൺ അല്ലാത്തത് കൊണ്ട് ഞാൻ ഓക്കെയാണ്, ഹാപ്പിയാണ്. മമ്മി വണ്ടി കണ്ടില്ലല്ലോ, അപ്പം മമ്മി ഒരു സ്റ്റെപ്പ് തപ്പി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ എൻ്റെ വണ്ടിയിലേക്ക് കയറി. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ ചേട്ടനിങ്ങനെ പറഞ്ഞു തരാം, ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, ഒരു മിസ്സിങ് ഉണ്ട്, അവരത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മമ്മിയും ഞാനും കൂടെ കയറി ചേട്ടൻ വണ്ടിയുടെ ആ മിസ്സിങ് ഒന്ന് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് തന്നെ വണ്ടി എടുത്തത്, അല്ലെങ്കിൽ നാളെ തരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നാളെ ആകുമ്പോഴത്തേക്കും ചൊവ്വാഴ്ച അല്ലേന്ന് വെച്ചിട്ട് എടുക്കാതിരുന്ന. തൽക്കാലം സ്റ്റാർട്ട് ചെയ്യണ്ട, ഓഫ് ചെയ്യണ്ട, പെട്രോൾ അടിക്കാൻ നേരത്ത് ഓഫ് ചെയ്യണ്ട. പെട്രോളിന്റെ അതിന് രണ്ടെണ്ണത്തിൽ ഒരെണ്ണം പെട്രോള്, ഒരെണ്ണം ഡിക്കി, അല്ല ബോണറ്റിന്റെ ഡിക്കി അവിടെ തന്നെയാണ്. അയ്യോ, ഇനിയിപ്പോ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല എന്ന് പറഞ്ഞിട്ട് അടുത്തത് വീഡിയോയിൽ അതായിരിക്കും പറയാൻ പോണേ. ട്രാഫിക് മറ്റേ യൂട്യൂബേഴ്സ് ഒക്കെ വീഡിയോ എടുത്തിട്ട് മറ്റേ വെള്ളത്തിൽ വീണെന്നൊക്കെ പറഞ്ഞിട്ട് സീനാക്കുന്നല്ലേ. ആയിട്ട് തന്നേക്കാം. അപ്പൊ ശരി, എടുത്തു. വിളിച്ചേക്കാം. ഒരു പട്ടി കിടക്കണോ? പട്ടി, എടാ പട്ടി. അങ്ങനെ ഞങ്ങളുടെ വണ്ടി VTJ മോട്ടോഴ്സിൽ നിന്ന് ഇറക്കി പെട്രോൾ പമ്പിലേക്ക് പോവാണ്. വൈകുന്നേരം വൈകിട്ടായതുകൊണ്ട് ഫോട്ടോസും വീഡിയോസും ഒന്നും മര്യാദയ്ക്ക് കിട്ടിയില്ല. അങ്ങനെ ഞങ്ങളുടെ പുതിയ വാഹനം കൊണ്ട് ഇതേ ജൈത്രയാത്ര തുടങ്ങി. എങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ? പെട്രോൾ പമ്പിലേക്ക്. പെട്രോൾ അടിച്ചിട്ട് ഒന്ന് കറങ്ങാൻ പോവുകയാണ് ഗേസ്. HP പമ്പിലേക്ക് കയറുകയാണ്. പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് കയറാൻ പോവുകയാണ് ഗൈസ്. ഇനി വീട്ടിലോട്ട് വെറുതെ കൊണ്ടിടാൻ വേണ്ടിട്ട് പോവാന്നൊക്കെ. സ്റ്റിയറിംഗ് കവർ ഇപ്പൊ മേടിച്ചാലോ? അങ്ങനെ മുതലാളി അതൊരു മുമ്പിലിരിക്കണു. മുതലാളിച്ച് ഞെളിഞ്ഞ് കയറിയിരിക്കണോന്നൊക്കെ. ഇത് ഞങ്ങളുടെ ഡ്രൈവറിനൊക്കെ. എടാ ഡ്രൈവർ പോൾബർഗ്. പവറാണോന്ന് ചോദിച്ചേ? പവറാണോ അത്? സാധാ. ഓക്കെ. ഞങ്ങളിപ്പോ എടപ്പള്ളി പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ഒന്ന് വെഞ്ചിരിക്കാമെന്ന് മമ്മി പറഞ്ഞു. പക്ഷേ രാത്രിയായി. ഞങ്ങൾ വണ്ടി എടുത്തപ്പോൾ പോലും ലേറ്റായി പോയായിരുന്നു. അതുകൊണ്ട് പള്ളിയിൽ ഇപ്പം അച്ഛനൊക്കെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. എന്നാലും ഒന്ന് പോയി നോക്കാം. അതില്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, മുന്നിൽ തന്നെ രൂപത്തിൻ്റെ അവിടെ താക്കോല് വെച്ച് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോരാന്ന് വിചാരിച്ചു. അപ്പുറത്തെ വഴി കയറാം. ഞങ്ങൾ പള്ളി എത്തി, ഇടപ്പള്ളി പള്ളി എത്തിയിട്ടുണ്ട്. സോ പള്ളിയിലേക്ക് നേരെ കയറി അവിടെ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അറിയില്ലായിരുന്നു നമുക്ക് വെഞ്ചിരിക്കാൻ പറ്റുമോ. ഈ സമയമായില്ലേ, 7:30 കഴിഞ്ഞില്ലേ. അപ്പോൾ ഇപ്പോൾ വെഞ്ചിരിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ലായിരുന്നു. നമ്മൾ ഇല്ലെങ്കിൽ അവിടെ നിന്ന് ജസ്റ്റ് കാണിച്ചിട്ട് കീ അവിടെ രൂപത്തെ കൊണ്ട് മുത്തിക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പം ഞാനും മമ്മിയും കൂടെ അവിടെ ചെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പെട്ടെന്ന് വരൂ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ വേഗം വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് അങ്ങോട്ട്. 7:30 7:45 വരെയൊക്കെ ഉള്ളൂ അച്ഛൻ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾക്ക് അവിടെ എന്തോ ഭാഗ്യത്തിന് ബൈ ലക്ക് നമുക്ക് അവിടെ നിന്ന് അച്ഛൻ വെഞ്ചിരിച്ച് തന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ട് വണ്ടി
പുറകിലത്തെ പള്ളിയുടെ അങ്ങോട്ട് എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ 2-3 വണ്ടി കിടപ്പുണ്ടായിരുന്നു, പുതിയ വണ്ടികളൊക്കെ ആയിട്ട് വെഞ്ചരിക്കാനും വെഞ്ചരിച്ചൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ അച്ഛനെ പോയി വിളിച്ചു. അച്ഛൻ എനിക്ക് വന്ന് പ്രാർത്ഥിച്ച് വെഞ്ചരിച്ച് എൻ്റെ കീയും പ്രാർത്ഥിച്ച് തന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി അത് അന്നത്തെ ദിവസം തന്നെ സംഭവിച്ചത്. കാറ്റിൻ്റെ ചെറുകിൽ സഞ്ചരിക്കുന്ന ലോകനാഥനായ ദൈവമേ, അങ്ങേ മക്കളായ ഞങ്ങളെ തൃപ്തം പാർക്കണമേ. ഞങ്ങളുടെ വിനീതമായ പ്രാർത്ഥനകളിൽ അങ്ങ് സംപ്രീതനാകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാഹരണയ്ക്കും ചരാചരങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്ന സർവശക്തനായ ദൈവമേ, വാഹനത്തെ ആശീർവദിക്കണമേ. യാത്രയിലുണ്ടാകുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും ഈ വാഹനത്തെയും ഇതിൽ യാത്ര ചെയ്യുന്നവരെയും കാത്തുരക്ഷിക്കണമേ. ഇവരെ നേർവഴിക്ക് നയിക്കുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. അത് കഴിഞ്ഞ് ഞാൻ പള്ളിയുടെ ഫ്രണ്ടിലിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. കാരണം ഈ പള്ളിയുടെ ഫ്രണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കറിയാം, എൻ്റെ സ്റ്റാറ്റസിലൊക്കെ കാണുമ്പോൾ അറിയാലോ. അപ്പം ഞാൻ അങ്ങനെ ചുമ്മാ എടുത്തു കുറച്ച് ഫോട്ടോസും വീഡിയോസും. അത് കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി പതുക്കെ വണ്ടി അവിടെ നിന്ന് എടുത്ത് കാറിന്റെ സ്റ്റിയറിംഗിൽ ഒരു സാധനം മേടിക്കണമായിരുന്നു, പക്ഷേ കിട്ടിയില്ല. എന്താ പറയാ, സ്റ്റിയറിംഗ് കവർ വാങ്ങിക്കണമായിരുന്നു. അതിപ്പോൾ ഒരുമാതിരി ബാഡായിട്ട് ഇരിക്കുകയാണല്ലോ. അപ്പോൾ ഒരു സ്റ്റിയറിംഗ് കവർ നോക്കാൻ വന്നതാണ്, പക്ഷെ ഇവിടെ ഇല്ല. ഒരാൾക്ക് എല്ലാം അറിയാമെന്നും പറഞ്ഞ് നടന്ന ഒരുത്തനാണ്, പക്ഷെ ഈ എന്നെ നാണം കിടത്തല്ലേ എന്ന് പറഞ്ഞാലും അവന് അറിയാമെന്നും പറഞ്ഞ് വന്നതാണ്. പക്ഷെ ഇവിടെ ഒന്നും കിട്ടില്ല. ഇപ്പോൾ കളമശ്ശേരി എത്തി. ഇപ്പം നമ്മൾ അതിലേക്കോട്ട് സീപോർട്ട് എയർപോർട്ട് വഴി വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അതിനിടയ്ക്ക് ഇനി ഫുഡ് കഴിക്കണം കയറിയിട്ട്. അപ്പം ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുക. മമ്മീനെ പതുക്കെ മമ്മി പറഞ്ഞു ഞാൻ ഇനി കുറച്ച് നേരം പുറകിലിരുന്ന് ആസ്വദിക്കട്ടെ എന്ന് പറഞ്ഞ് പുറകിൽ കയറി ഇരുന്നിട്ടുണ്ട്. നല്ല ബ്ലോക്ക്. വണ്ടി എങ്ങനെയുണ്ട് മമ്മി? കൊള്ളാം. മമ്മിക്ക് കളർ അങ്ങ് വലിയ പിടുത്തമായിട്ടില്ല. മമ്മിക്ക് വലിയ ഏത് ഇരിക്കുന്നോ? അമ്മച്ചിയുടെ അമ്മാവന്റെ മോനെ കണ്ടിട്ട് ഒരാൾ വായി നോക്കിക്കൊണ്ടിരിക്കുന്നത്, പക്ഷെ പുള്ളിക്കാരൻ കണ്ടില്ല. നമ്മളെല്ലാരും നോക്കി, ഞാൻ കണ്ടില്ല. അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയായിരുന്നു. ഞങ്ങൾ കാക്കനാട് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഉരുളയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഉരുളയിൽ നിന്നൊരു പൊടി ഉരുള കഴിക്കാം എന്ന് വിചാരിച്ചു. നല്ല അറ്റ്മോസ്ഫിയർ ആട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കയറുന്നത്. ഞങ്ങളിപ്പോൾ താമസം മാറിയിട്ട് കുറച്ചായതല്ലേ ഉള്ളൂ. അപ്പം അതിൻ്റെ തൊട്ടടുത്തുള്ളതാണിത്. ഇവിടെ ആദ്യമായിട്ടാണ് കയറുന്നത്. നല്ല രസമാണ് ഇൻറ്റീരിയറൊക്കെ കാണാൻ വേണ്ടിയിട്ട്. സോ ഫസ്റ്റ് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് വന്നു. ഞങ്ങൾ ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, ഗോബി മഞ്ചൂരിയൻ, പിന്നെ പൊറോട്ട, ഇതൊക്കെയാണ് കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. വീട്ടിലിതേ വണ്ടി ഉണ്ട്. ഞങ്ങളുടെ പാർക്കിങ്ങിൽ കൊണ്ട് കയറ്റിയിട്ടു. ഇനി വേറെ വിശേഷങ്ങളൊന്നുമില്ല. സോ വണ്ടി മേടിച്ചു. അപ്പം ഞാൻ എടുത്തേക്കുന്ന വണ്ടി ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും. നിസാന്റെ മൈക്രയാണ്. ആക്ച്വലി കുണ്ടന്നൂർ ഹ്യുണ്ടായുടെ ഷോറൂമിൽ നിന്നാണ് ഞങ്ങൾ എടുക്കേണ്ടത്. അവരിന്ന് കാക്കനാട് സെക്കൻഡ് ഹാൻഡ് ആയതുകൊണ്ട് കാക്കനാട് അവരുടെ സെയിം ഷോറൂമിൽ തന്നെ ചെറിയ സർവീസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ വീട് ഇവിടെ അടുത്തായതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഡെലിവറി ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നിസാൻ മൈക്രയാണ്. അപ്പം കുഴപ്പമില്ല. കളറ് മമ്മിക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കളർ വലിയ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എങ്ങനെയുണ്ട്? കണ്ടിന്യൂ അങ്ങ് പതുക്കെ ശീലമായിക്കോളും. കണ്ട് ഇവന് ഭയങ്കര നാണം കേട്ടോ. അവൻ ഇരിക്കുന്ന നാണം കിട്ടിട്ട് ഇരിക്കണൊക്കെ. അപ്പം അങ്ങനെ നമ്മൾ അവിടുന്ന് വണ്ടി എടുത്തു, പോയി പെട്രോൾ അടിച്ചിട്ട് നേരെ അവിടുന്ന് എടപ്പള്ളി പള്ളിയിൽ പോയി. പള്ളി ചെന്നപ്പം ബൈലക്കിനല്ലേ നമുക്ക് ആ സമയത്ത് വെഞ്ചിരിക്കുക. ലാസ്റ്റ് ആയിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ, ലാസ്റ്റ് ആയിരുന്നു വെഞ്ചിരിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വെഞ്ചിരിച്ചു. അവിടുന്ന് ഞങ്ങൾ വിചാരിച്ചു 2-3 കാര്യങ്ങളുണ്ടായിരുന്നു. ഈ സ്റ്റിയറിങ്ങിന്റെ ഒരു കവർ വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ലേറ്റ് ആയതുകൊണ്ട് എല്ലാം അടച്ചുപോയി. പിന്നെ ഞങ്ങള് അതൊക്കെ പിന്നെ നോക്കാന്ന് വിചാരിച്ചിട്ട് ഇപ്പം
ഫുഡ് കഴിക്കാൻ കയറി, ഉരുളിയിൽ ഫുഡ് കഴിക്കാൻ കയറിയിട്ട് ഇപ്പൊ വീട്ടിലേക്ക് തിരിച്ച് ഞങ്ങളുടെ പാർക്കിങ്ങിൽ വന്ന് ഇങ്ങനെ ഇരുന്നിട്ട് വൈൻഡപ്പ് എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഒരുപാട് കാലത്തെ ആഗ്രഹങ്ങളിൽ കുറേ ആഗ്രഹങ്ങളെല്ലാം എനിക്ക് സാധിച്ചു കിട്ടാറുണ്ട്, എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ സാധിച്ചെടുക്കാറുണ്ട്. അതുപോലെ തന്നെ വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്കൊരു വീട്, അതുപോലെ ഒരു വണ്ടി. അതില് വണ്ടി ഞാൻ ആദ്യമായിട്ട് സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. സ്കൂട്ടർ ഞാൻ നേരത്തെ പോയപ്പോൾ ഒരു കാര്യം പറയാനുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സ്കൂട്ടർ ഇതുപോലെയായിരുന്നേ. 2014 ഞാൻ വണ്ടി എടുത്തപ്പോഴും എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല, സ്കൂട്ടർ ഓടിക്കാൻ അറിയത്തില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് വന്ന് വണ്ടി എടുത്ത് തന്നു. അവനും ഞാനിങ്ങടെ വണ്ടി എനിക്ക് വീട്ടിൽ വരെ എത്തിച്ചു തന്നു. എന്നും പൊടി തട്ടിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പതുക്കെ ഞാൻ വണ്ടി ഓടിക്കാൻ പതുക്കെ പഠിച്ചു. അങ്ങനെ ഇപ്പൊ സ്കൂട്ടർ 2014 മുതൽ ഓടിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇപ്പൊ അടുത്തത് കാറ്. എനിക്ക് ഓടിക്കാൻ അറിയത്തില്ല. ഇതാ ഇവനാണ് ഇപ്പം വണ്ടി കാറ് ഓടിച്ച് എനിക്ക് ഇറക്കി തന്നതൊക്കെ ഇവനാണ്. ഇപ്പൊ എന്നോട് ഓടിക്കാൻ പറഞ്ഞു. എന്റെ ലൈസൻസ് ഉണ്ട്, ഞാൻ ചെറുതായിട്ടൊക്കെ ഓടിക്കായിരുന്നു. ഇപ്പൊ ഇവൻ ഇപ്പുറത്ത് ഇരുന്നിട്ട് അങ്ങോട്ട് വളക്കി ഇങ്ങോട്ട് വളക്കിയെന്ന് പറഞ്ഞ് ഞാനിപ്പോ വണ്ടി എടുത്തപ്പോ അതിലെ കൊണ്ടൊക്കെ കയറ്റിയാനെ. പക്ഷെ ചെയ്യും, ഞാൻ പഠിക്കും അല്ലേ? അതെ, ഞാൻ പഠിച്ചിരിക്കും. ഒരു വാശിപ്പുറത്ത് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പഠിക്കും. എന്നാണ് നോക്കുന്നേ? നാണോ നോക്കി നീ കാണിക്കണേന്നാ. ഒരു വാശിപ്പുറത്ത് ഞാൻ വണ്ടി എടുക്കാൻ ഞാൻ ചെയ്തിരിക്കും, ഓടിച്ചിരിക്കും. എന്തായാലും പെട്ടെന്ന് തന്നെ ഇൻഷാ അല്ലാ 1 മാസത്തിനുള്ളിൽ തന്നെ ഞാൻ ഈ വണ്ടിയിൽ ഇനി നിങ്ങൾക്ക് പല പല വീഡിയോസും ഫോട്ടോസും ഒക്കെ ആയിട്ട് ഇനി തകർത്ത് കാണാം. അപ്പൊ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. വണ്ടിയെ കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. വണ്ടിയെ കുറിച്ച് എല്ലാം അറിയുന്ന ഇവനാണ്. എടാ വണ്ടി എങ്ങനെയുണ്ടാ? ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? നീ അല്ലേ ഓടിച്ചേ? പെട്രോളാണ്, നല്ല വണ്ടിയാ, കുഴപ്പമില്ലാതെ പോകുന്നുണ്ടല്ലേ. സെക്കൻഡ് ഹാൻഡ് ആണെന്നുണ്ടെങ്കിലും എങ്ങനെയുണ്ട്? നമ്മള് പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല ഇന്റീരിയലൊക്കെ അല്ലേ? നല്ല വണ്ടിയല്ലേ? നാണാട്ടോ, അവനൊന്നും സംസാരിക്കത്തില്ല. അമ്മ എങ്ങനെയുണ്ട് അമ്മ വണ്ടി? കണ്ടുകൊണ്ടിപ്പോ ഓക്കെ ആയി. കോമൺ അല്ലല്ലോ എല്ലാവർക്കും, മൊത്തത്തിലുള്ള കളർ അല്ല ഇത്. അത് കാരണം പിന്നെ ഇഷ്ടായി അല്ലേ? അപ്പം ഞങ്ങള് ഇന്നത്തെ എന്റെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വണ്ടി എടുത്തു, സന്തോഷമായിട്ട് ഇപ്പം ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇനി വണ്ടിയുടെ കുറച്ച് അറ്റകുറ്റപ്പണികളുണ്ട് വണ്ടിയിൽ, അതൊക്കെ ഏറ്റാണ്. ഇന്റീരിയലൊക്കെ നല്ലതായിരുന്നു കേട്ടോ, നല്ല ഇന്റീരിയലാണ്. കളർ നിങ്ങൾ കണ്ടില്ലേ, ഒരു ഗോൾഡനും അല്ല, ഇതിനെന്തോ സൺലൈറ്റ് എന്തോ ഒരു കളറാ പറയുന്നത്. നല്ല ഇതായിട്ടിരിക്കുകയാണ്, ഇരിക്കാനും നല്ല കംഫർട്ടാണ്. AC ഒക്കെ നല്ല കൂളിംഗ് ഉണ്ട്, എല്ലാം കൊണ്ടും അടിപൊളിയാണ്. സോ അപ്പൊ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. പുതിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കിട്ടുമ്പോൾ ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് ഷെയർ ചെയ്ത് അറിയിക്കുന്നതാണ്. ഇതിന്റെ ഒരു വലിയൊരു ഹാപ്പി മൊമെന്റ് ആയിരുന്നു നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ കൂടെ ക്യാപ്ചർ ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ളത്. സോ താങ്ക് യു സോ മച്ച് എവരിവൺ. ഇതിങ്ങനെ ഇത്രയും ആയത് തന്നെ ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.